കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ ഗുവാഹട്ടിയിൽ നിന്ന് ഏതാണ്ട് വൈകുന്നേരം 7 മണിയോടെ തിരിച്ച് ഞങ്ങൾ 10 മണിയായപ്പോൾ ഷില്ലോങ്ങിലെത്തി. ഷില്ലോങ് ടൗണിൽ തന്നെയുള്ള ഒരു അക്കോമഡേഷൻ എടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ രാത്രി അവിടെ കിടന്നുറങ്ങി. രാവിലെ 9 മണിക്ക് ഞങ്ങൾ താമസിച്ചിരുന്ന അക്കോമഡേഷനിൽ നിന്ന് ഇറങ്ങി ചിറാപുഞ്ചിയിലോട്ട് ഉള്ള യാത്ര ആരംഭിച്ചു. ചിറാപുഞ്ചി ഇവിടെ അറിയപ്പെടുന്നത് സൊഹ്റ എന്ന പേരിലാണ്. ഷില്ലോങ് സിറ്റിയിലെത്തിയപ്പോൾ ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്നത് അവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ. ഇത്രയും ചെറിയ റോഡുകളായിട്ടും ആരും ഹോൺ മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടില്ല. ഡ്രൈവർമാർ പരസ്പരം ക്ഷമയോടെ മുന്നിൽ പോകുന്ന വണ്ടിക്ക് മുൻഗണന നൽകിക്കൊണ്ട് വളരെ അച്ചടക്കത്തോടെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷില്ലോങ് നഗരത്തിലുള്ള ഡ്രൈവിങ് വളരെ സ്മൂത്തായിട്ട് തോന്നി. നമ്മുടെ നാട്ടിലൊന്നും തീരെ കണ്ടുപരിചയമില്ലാത്ത ഒരു രീതി. വരുമ്പോൾ പിന്നെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ കുറച്ച് ദൂരം കടന്നു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും മലകളും കുന്നുകളും ഉള്ള ഒരു ഏരിയയാണ്. വഴിയരികിലെല്ലാം പല നിറത്തിലുള്ള ഒരുപാട് കാട്ടുപൂക്കൾ കാണാൻ കഴിയും. ഷില്ലോങ് നേരം വിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ വഴിയിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് ഉയർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളും പച്ചപ്പ് പൊതിഞ്ഞ കുന്നുകളുമാണ്. ഇടയ്ക്കിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരും. ഈ പോകുന്ന വഴി മുഴുവനും കുറേ കാട്ടുവഴികളും ചെറിയ ചെറിയ ഗ്രാമങ്ങളുമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വട്ടവടയിലൊക്കെ കാണുന്ന പോലുള്ള തട്ട് കൃഷികളും കാണാം. ഒരുപാട് സ്ഥലങ്ങളിൽ പൈൻ മരങ്ങൾ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പൈൻ മരങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നൊരു രീതിയല്ല. കുറച്ചുകൂടെ ഭംഗി തോന്നി നമുക്ക് ഇവിടുത്തെ പൈൻ മരങ്ങൾ കാണുമ്പോൾ. സൊഹ്റയിലേക്കുള്ള യാത്ര വളരെ മനോഹരമാക്കുന്നത് ഇവിടുത്തെ ഹെയർപിൻ റോഡുകൾ തന്നെയാണ്. രണ്ട് സ്ഥലത്തും നല്ല പച്ചപ്പായിട്ടുള്ള കാഴ്ചകളും പിന്നെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന റോഡുകളും പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുന്നിൻ ചെരുവുകളും താഴ്വരകളും നമ്മുടെ യാത്രയെ ഒരുപാട് ആകർഷിക്കും. സൊഹ്റ മഴയ്ക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ്. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ ചെറിയ ചാറ്റൽ മഴ പെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വഴിയോരങ്ങളിലെല്ലാം ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് പോലും ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നില്ല. അതേപോലെ മനോഹരമാണ്. എല്ലാ സ്ഥലങ്ങളും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പറ്റിയ ഫ്രെയിമുകളിലാണ്. അതുപോലെ നമുക്ക് തോന്നും. ഒരു സ്ഥലം പോലും ഒഴിവാക്കാൻ നമ്മുടെ മനസ്സിനുവദിക്കില്ല. ഇതിലൂടെ കുറേ ദൂരം മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾ സൈഡിലായിട്ട് ഒരു അരുവി ഒഴുകി വരുന്നത് കണ്ടിട്ടുണ്ട്. കുറച്ചു നേരം ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ആ അരുവിയിലേക്ക് ഇറങ്ങി ചെന്നു. അവിടെ നിന്ന് മീൻ പിടിക്കുന്ന കുറച്ച് ലോക്കലായിട്ടുള്ള ആൾക്കാരെ കാണാനിടയായി.
ചൂണ്ട ഉപയോഗിച്ചും വലകൾ ഉപയോഗിച്ചും ഒക്കെ അവിടുന്ന് ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇടയ്ക്കൊന്ന് വഴി തെറ്റിയിട്ട് ഞങ്ങൾ ദൗക്കിയിലോട്ട് പോകുന്ന ആ റോഡിലോട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോകാനിടയായി. ഈ പോകുന്ന വഴിയിൽ റീസെൻ്റായിട്ട് തന്നെ ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കുന്ന ഒരുപാട് വണ്ടികൾ നമുക്കവിടെ കാണാൻ സാധിച്ചു. ഒരുപാട് ഹിറ്റാച്ചികളും വലിയ വലിയ ലോറികളിൽ ഈ റോഡിൽ നിന്ന് മണ്ണ് ഒഴിവാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് വ്യൂ വളരെ മനോഹരമാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ളൊരു സ്ഥലം. ഈ ക്യാമറയിൽ എത്രത്തോളം ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിൽ കാണണം ഈ സ്ഥലം. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. ഞങ്ങൾ മാപ്പിൽ പോകുമ്പോൾ തന്നെ മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡിങ് പ്രോൺ ഏരിയ എന്ന് പറഞ്ഞിട്ട്. ഈ ഭാഗത്ത് എല്ലാ സമയത്തും ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി മാപ്പിടുമ്പോൾ ഡീവിയേഷൻ പുറകിലോട്ട് കാണിക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന വഴിയിലൂടെ കുറച്ചു ദൂരം പുറകിലോട്ട് വീണ്ടും പോയി. ഞങ്ങൾക്ക് തിരിയേണ്ട കറക്റ്റ് ഡീവിയേഷനിൽ നിന്ന് തിരിഞ്ഞ് ഞങ്ങൾ സോറയിലോട്ട് വീണ്ടും യാത്ര തുടങ്ങി. സോറയിലേക്കുള്ള ഈ വഴിയിലോട്ട് കയറുമ്പോൾ തന്നെ വീണ്ടും ഞങ്ങൾ കടന്നു വന്ന വഴികളിലെ പോലെ പൈൻ മരങ്ങളും ചെറിയ ചെറിയ കാട്ടുപൂക്കളുള്ള ചെടികളും കണ്ടു തുടങ്ങി. ഞങ്ങൾ വീണ്ടും മുന്നോട്ട്.